തിരശീല എന്ന വാക്ക് എബ്രായ ഭാഷയിൽ പാറോഖേത്ത് എന്നാണ് പറയുന്നത്. ഗ്രീക്കിൽ കറ്റാപെറ്റാസ്മ. സമാഗമന കൂടാരത്തിലും ദൈവാലയത്തിലും തിരശീല വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും തമ്മിൽ വേർതിരിച്ചിരുന്നു. പുറപ്പാട് 26 അധ്യായം 33 വാക്യം, 35 12, 39 34, ലേവ്യ പുസ്തകം 24 3, 2 ദിനവൃത്താന്തം 3 14. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പുനൂൽ, പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ടായിരുന്നു തിരശീലയുടെ നിർമ്മാണം. കിരൂബുകളെ അതിൽ ചിത്രണം ചെയ്തിരുന്നു. പുറപ്പാട് പുസ്തകം 26 31, 36 35, 2 ദിനവൃത്താന്തം 3 അധ്യായം 14 വാക്യം. 4 ഖദിര സ്തംഭങ്ങളിന്മേലായിരുന്നു തിരശീല തൂക്കിയിട്ടിരുന്നത്. പുറപ്പാട് പുസ്തകം 26 32. ലേവ്യ പുരോഹിതന്മാർക്കല്ലാതെ മറ്റാർക്കും തിരശീലയ്ക്കകത്തു പോകാൻ അനുവാദമില്ല. സംഖ്യാപുസ്തകം 18 7. വർഷത്തിലൊരിക്കൽ പാപപരിഹാര ദിനത്തിൽ മാത്രം മഹാപുരോഹിതന് തിരശീലയ്ക്കകത്ത് ചെല്ലാം. ലേവ്യ പുസ്തകം 16 അധ്യായം 2 വാക്യം. ഇസ്രായേൽ പാളയം യാത്ര പുറപ്പെടുമ്പോൾ തിരശീല ഇറക്കി സാക്ഷ്യപ്പെട്ടകം മൂടേണ്ടതാണ്. സംഖ്യ 4:5. ക്രിസ്തുവിൻ്റെ മരണത്തിങ്കൽ ദൈവാലയത്തിലെ തിരശീല മേൽതൊട്ട് അടിയോളം 2 കീറി. മത്തായി 27 51, മർക്കോസ് 15 38, ലൂക്കോസ് 23 45. അതോടുകൂടി അതിപരിശുദ്ധ സ്ഥലം ദൃശ്യമായി. ദൈവം മനുഷ്യനെ കൂടിക്കാണുന്ന സ്ഥലം എല്ലാവർക്കുമായി തുറക്കപ്പെട്ടു. പുറപ്പാട് പുസ്തകം 30:6. എബ്രായ ലേഖനത്തിൽ യേശുവിൻ്റെ ദേഹത്തെ തിരശീലയായി രൂപണം ചെയ്തിരിക്കുന്നു. എബ്രായ ലേഖനം 10 അധ്യായം 20 വാക്യം.